മുക്തി എന്നൊക്കെ പറയുമ്പോഴേ മുക്തി ലഭിച്ചു, മോക്ഷം കിട്ടി എന്നൊക്കെ പറയുമ്പോ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. മോക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ മോക്ഷം, മുക്തി എന്നൊക്കെ പറയുമ്പോ അത് മരണമാണ്, അല്ലെങ്കിൽ ദേഹത്തെ വെടിയിലാണ്, ആത്മാവിനെ ത്യജിക്കലാണ്. ഇതൊക്കെയാണ് ഒരു ധാരണ പെട്ടെന്ന് കയറി വരുന്നത്. ആ ധാരണയാണ് തെറ്റ്. ദിനം തോറും ഓരോ മനുഷ്യനും മോക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു രോഗം നമുക്ക് വന്നു. രോഗത്തിൽ നിന്ന് രോഗം മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ശരീരത്തിന് ഒരു അസുഖം വന്നു, ആ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടി എന്ന് പറയും. ആ രോഗത്തിൽ നിന്ന് മുക്തമായിട്ടോ. നമ്മളൊരു മുറിയിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ ജയിലിൽ അകപ്പെട്ടു, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് നമ്മളെ ഒരു തടങ്കൽ അടച്ചു. അതിൽ നിന്നും മോചിതനാവുമ്പോ എന്താ പറയണേ? മുക്തി കിട്ടി എന്നല്ലേ പറയാ, മുക്തനായി എന്നല്ലേ പറയാ. അത്രയും പോലെ നമ്മളൊരു വഴിക്ക് പോകുമ്പോ, നടന്നു പോകുമ്പോ ഒരു പട്ടി നമുക്കെതിരെ വന്ന് കടിക്കാൻ വന്നിരിക്കട്ടെ, പെട്ടെന്നുണ്ടായ കാര്യം, അതിൽ നിന്ന് കാലമാണെങ്കിൽ പോലും നമ്മള് അത് രക്ഷപ്പെടുമ്പോഴും നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ലേ പറയും. മുക്തി കിട്ടി എന്നല്ലേ പറയാത്. അതെ, അതായത് ദൈനംദിന ജീവിതത്തില് ഓരോ നിമിഷങ്ങളിലും ഓരോ സമയങ്ങളിലും നമുക്ക് മുക്തി ലഭിക്കാറുണ്ട്. നമുക്ക് ചിന്താപദ്ധതിയിൽ നമുക്ക് ഒന്നിനെ തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നു, അതിൽ നമുക്ക് ആൻസർ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ? മുക്തി കിട്ടി, ആശ്വാസമാവും, മുക്തനായി. ആ ചിന്തയിൽ നിന്ന് നമ്മൾ മുക്തനായി. പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല മുക്തി എന്നറിയണം. പഞ്ചഭൂതങ്ങളാൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മുക്തി എന്ന് തിരിച്ചറിയുമ്പോ തീരും പ്രശ്നം. അന്ധവിശ്വാസം. അതായത് ഞാൻ പറഞ്ഞ അങ്ങ് ഒന്നും കൂടി ശ്രദ്ധിക്കണം. അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവുകയല്ല, പഞ്ചഭൂതങ്ങളാൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മുക്തി. അതെ, അതാണ്. ഉദാഹരണം പറഞ്ഞാൽ, എവിടെ മാവ് നിന്നാലും മാവ് മാവാണെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ഭക്തി ഉണ്ടല്ലോ, ഈ മണ്ണിനോടും ജലത്തിനോടുമുള്ള ഭക്തിയാണത്. അപ്പൊ ആ ഭക്തി കൊണ്ടാണ് മാമ്പഴം കയ്യിലെടുക്കുന്നത്. അതിന് മധുരമുണ്ട്, പക്ഷെ ആ മാങ്ങ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ മാമ്പഴം വളരെ രുചിയോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വിത്തിനോട് എടുക്കുമ്പോൾ തല കുടഞ്ഞറിയിക്കുന്ന പുളിയാണ് അതിന്. സർവശക്തിയും എടുത്ത് ഈ മാവിന്റെ വിത്തിനെ നമ്മൾ ദൂരേക്ക് വലിച്ചെറിയും. അപ്പൊ എത്ര ശക്തിയില്ലാത്തവനും വലിച്ചെറിയാൻ പാകത്തിനുള്ള ശക്തി അപ്പൊ നമുക്കുണ്ടാകും. അത് സസ്യലോകത്തിന്റെ ബുദ്ധിയാണ്. അത് സസ്യലോകത്തിന്റേതാണ് ആ ബുദ്ധി. വലിച്ചെറിഞ്ഞ ശക്തി ജന്തുലോകത്തിന്റേതാണ്, രജോഗുണത്തിന്റേതാണ്. ആ മാമ്പഴത്തെ കഴിക്കാൻ പ്രേരിപ്പിച്ചത് ഭക്തിയാണ്. അത് മണ്ണിന്റെയും ജലത്തിന്റേതുമാണ്. ഇപ്പൊ വലിച്ചെറിഞ്ഞപ്പോൾ ആ വിത്തിന് മുക്തി കിട്ടി, കാരണം അത് അവിടെ കിടന്ന് വിൽക്കുന്നു. അതാണ് മുക്തി. ഇപ്പൊ ഈ മുക്തി എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഇത് നമ്മള് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം തെറ്റിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം. ആത്മീയത എന്ന് പറയാം. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ. ആത്മീയവാദി എന്ന് പറഞ്ഞാൽ അറിവിന് വേണ്ടി വാദിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ അറിവിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി, അതിന്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കി, ശാസ്ത്രാർത്ഥത്തെ മനസ്സിലാക്കി എന്നാണ് ആത്മാർത്ഥമായി എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാതെ കണ്ണുമടച്ച് സ്നേഹിക്കുന്ന അർത്ഥമില്ല. ഞാൻ ആത്മീയമായി ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അറിവ് കൊണ്ട് ധ്യാനിച്ചു എന്ന അർത്ഥം. അപ്പോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് സംശയം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്നതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അർദ്ധതലങ്ങളുള്ള യോഗത്തിന്റെ ഓരോ പടികളുമാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതിന് വേറെ റൂട്ടിൽ കൊണ്ട് വെച്ചേക്കുക. അവിടെയാണ് വിഷയം. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ്. ആത്മീയത നമുക്ക് പകരാൻ പറ്റും. അങ്ങയുടെ അറിവിനെ അങ്ങക്ക് പകരാൻ പറ്റും. എനിക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവിനെ മറ്റുള്ളവരിലേക്ക് എനിക്ക് പകരാൻ പറ്റും. പക്ഷെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. ആത്മശക്തിക്ക് കൂടുവിട്ട് കൂടുമാറാം. എന്റെ ആത്മശക്തി, എന്റെ അറിവ് അങ്ങയിലേക്ക് പകർത്താം. അങ്ങയുടെ ആത്മശക്തി എനിക്ക് നുകരാം. അങ്ങയുടെ അറിവിനെ എനിക്ക് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കാം. എനിക്ക് ആത്മാവിനെ കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. ഒരു തുണി മാറുന്നത് പോലെയല്ല ശരീരത്തെ മാറുന്നത്. ഒരിക്കലും സാധിക്കില്ല. അറിവിനെ തലമുറകളിലേക്ക് പകർന്നു പോകാൻ പറ്റും, പക്ഷെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് പുനർജന്മങ്ങൾ ഉണ്ടാവും, അത് യുഗ്മസഞ്ചാരത്താൽ.
ഓരോ സ്ത്രീയും പുരുഷനും വിചാരിച്ചാൽ മാത്രമാണ് ആത്മജനെയും ജനിപ്പിക്കുവാൻ പറ്റുള്ളൂ. അതാണ് പുനർജന്മ സൃഷ്ടി എന്ന് പറയുന്നത്. അതിൽ ജനിക്കുന്നത് നമ്മുടെ ആത്മജനാണ്, നമ്മുടെ ആത്മജയാണ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുനർജന്മ സിദ്ധാന്തത്തിന്റെ പരിണിത ഫലമായിട്ടല്ല നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. ആരുടെയെങ്കിലും പുനർജന്മ സിദ്ധാന്തത്തിന്റെ ധാരണയുടെ പുറത്തല്ല നമ്മളുടെ മക്കൾ ജനിക്കുന്നത്. നമ്മളുടെ ആത്മവൈഭവത്തിൽ ജനിക്കുന്നതാണ് നമ്മളുടെ മക്കള്. അത് അമ്മയുടെ സ്വപ്നമാണ്, ജീവനാണ്, ശരീരമാണ് മക്കള്. അതെങ്ങനെ? പ്രേമരൂപേണ മക്കൾ ജനിക്കുമ്പോൾ. നമ്മളിപ്പോ തെറ്റായിട്ടുള്ള സിലബസ് ആണ് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഒരാളും വിശ്വസിക്കില്ല. ഇല്ല. ഇവിടെ മെഡിറ്റേഷൻ, ധ്യാന മാർഗങ്ങള്, നിരവധിയായിട്ടുള്ള സിദ്ധന്മാര്, യോഗികള്, അങ്ങനെ ഒരുപാട് ആളുകള് നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ പകർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോ അതിന്റെ കെണിയിൽപ്പെട്ട് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിനെ തെറ്റായിട്ട് ഒരു മാർഗത്തിൽ കൊണ്ട് എത്തിച്ചു വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആ കെണിയിൽ പെട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതെ.